സക്സസ് ഫയലിലേക്ക് സ്വാഗതം. നമ്മൾ ഈ ക്ലാസ്സിലൂടെ നോക്കാൻ പോകുന്നത് ഏറ്റവും പുതിയ കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻസ് ആണ്. അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട പരീക്ഷയ്ക്ക് വരുവാനായിട്ട് ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള ചോദ്യങ്ങളാണ്. മുഴുവൻ ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്യുക. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ചോദ്യം, 2023 ദാദാ സാഹേബ് ഫാൽക്കെ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? 2023 ദാദാ സാഹേബ് ഫാൽക്കെ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? മോഹൻലാലിനാണ്. 2023 ദാദാ സാഹേബ് ഫാൽക്കെ പുരസ്കാരം ലഭിച്ചത്. ചലച്ചിത്ര രംഗത്തെ സമഗ്ര സംഭാവനയാണ് ഇന്ത്യൻ സിനിമയിലെ പരമോന്നത ബഹുമതിയായ ദാദാ സാഹേബ് ഫാൽക്കെ പുരസ്കാരം. 10 ലക്ഷം രൂപയും സ്വർണ്ണ കമൽ മുദ്രവും ഫലകവുമാണ് ബഹുമതി. അപ്പോൾ 2023 ദാദാ സാഹേബ് ഫാൽക്കെ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? മോഹൻലാലിനാണ്. APJ അബ്ദുൽ കലാം ദേശീയ പുരസ്കാരത്തിന് അർഹനായത്? APJ അബ്ദുൽ കലാം ദേശീയ പുരസ്കാരത്തിന് അർഹനായത് ആര്? രമേശ് ചെന്നിത്തലയാണ്. APJ അബ്ദുൽ കലാം ദേശീയ പുരസ്കാരത്തിന് അർഹനായത് ആരാണ്? രമേശ് ചെന്നിത്തല. വയോജനങ്ങളെ ഓൺലൈൻ തട്ടിപ്പിൽ നിന്ന് സംരക്ഷിക്കുന്നതിനുള്ള വെബ്സൈറ്റ് വികസിപ്പിച്ചതിന് ടൈം മാഗസിൻ കിഡ് ഓഫ് ദി ഇയർ 2025 ആയിട്ട് തെരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യൻ വംശജ ആര്? വയോജനങ്ങളെ ഓൺലൈൻ തട്ടിപ്പിൽ നിന്ന് സംരക്ഷിക്കുന്നതിനുള്ള വെബ്സൈറ്റ് വികസിപ്പിച്ചതിന് ടൈം മാഗസിൻ കിഡ് ഓഫ് ദി ഇയർ 2025 ആയിട്ട് തെരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യൻ വംശജയാണ് തേജസ്വി മനോജ്. തേജസ്വി മനോജ്, കിഡ് ഓഫ് ദി ഇയർ 2025. മുൻ പ്രധാനമന്ത്രി PV നരസിംഹറാവുവിന്റെ പേരിലുള്ള പുരസ്കാരത്തിന് അർഹനായത് ആര്? മുൻ പ്രധാനമന്ത്രി PV നരസിംഹറാവുവിന്റെ പേരിലുള്ള പുരസ്കാരത്തിന് അർഹനായത് മൻമോഹൻ സിംഗ് ആണ്. മൻമോഹൻ സിംഗ്. PV നരസിംഹറാവുവിന്റെ പേരിലുള്ള പുരസ്കാരത്തിന് അർഹനായത് മൻമോഹൻ സിംഗ്. കേരള മീഡിയ അക്കാദമിയുടെ 2024-25 വർഷത്തെ ഇന്ത്യ മീഡിയ പേഴ്സൺ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? കേരള മീഡിയ അക്കാദമിയുടെ 2024-25 വർഷത്തെ ഇന്ത്യ മീഡിയ പേഴ്സൺ പുരസ്കാരം ലഭിച്ചത് രാജ്ദീപ് സർദേശായിക്കാണ്. രാജ്ദീപ് സർദേശായി. ഇന്ത്യ മീഡിയ പേഴ്സൺ രാജ്ദീപ് സർദേശായി. അടുത്ത ചോദ്യം, ജി ദേവരാജൻ ശക്തിഗാഥ പുരസ്കാരത്തിന് അർഹനായത്? ജി ദേവരാജൻ ശക്തിഗാഥ പുരസ്കാരത്തിന് അർഹനായത് ഗായകൻ MG ശ്രീകുമാർ ആണ്. ഗായകൻ MG ശ്രീകുമാർ. ജി ദേവരാജൻ ശക്തിഗാഥ പുരസ്കാരം അർഹനായത് ആരാണ്? MG ശ്രീകുമാർ ആണ്. സാമൂഹ്യനീതി വകുപ്പിന്റെ വയോസേവന അവാർഡുകൾ ലഭിച്ചത് ആർക്കാണ്? സാമൂഹ്യനീതി വകുപ്പിന്റെ വയോസേവന അവാർഡ് ലഭിച്ചത് ചലച്ചിത്ര നടി ഷീലയ്ക്കും പ്രശസ്ത ഗായിക PK മേദിനിക്കുമാണ്. സാമൂഹ്യനീതി വകുപ്പിന്റെ വയോസേവന അവാർഡുകൾ ലഭിച്ചത് ആർക്കൊക്കെയാണ്? ചലച്ചിത്ര നടി ഷീല, ഗായിക PK മേദിനി. മികച്ച സഹനടനുള്ള Emmy പുരസ്കാരം സ്വന്തമാക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തിയും പുരസ്കാര ചരിത്രത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ നടനുമായി മാറിയ അഡോളസെൻസ് എന്ന പരമ്പരയിലെ 15 വയസ്സുകാരൻ ആരാണ്? ഓവൻ കൂപ്പർ ആണ്. ഓവൻ കൂപ്പർ. മികച്ച സഹനടനുള്ള Emmy പുരസ്കാരം സ്വന്തമാക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തി ആര് എന്ന് ചോദിച്ചാൽ ആരാണ്? ഓവൻ കൂപ്പർ ആണ്. അതുപോലെ മികച്ച നടനുള്ള Emmy പുരസ്കാരം സ്വന്തമാക്കുന്ന പുരസ്കാര ചരിത്രത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ നടൻ ആരാണ്? ഓവൻ കൂപ്പർ. അഡോളസെൻസ് എന്ന പരമ്പരയിലെ 15 വയസ്സുകാരനാണ് ഓവൻ കൂപ്പർ. മികച്ച പച്ചത്തുരുത്തുകൾക്കുള്ള മുഖ്യമന്ത്രിയുടെ പുരസ്കാരങ്ങളിൽ തദ്ദേശ സ്ഥാപന വിഭാഗത്തിൽ ഗ്രാമപഞ്ചായത്തിന് ഒന്നാം സ്ഥാനം നേടിയ ഗ്രാമപഞ്ചായത്ത് ഏതാണ്? മികച്ച പച്ചത്തുരുത്തുകൾക്കുള്ള മുഖ്യമന്ത്രിയുടെ പുരസ്കാരങ്ങളിൽ തദ്ദേശ സ്ഥാപന വിഭാഗത്തിൽ ഗ്രാമപഞ്ചായത്തിന് 1ാം സ്ഥാനം നേടിയ ഗ്രാമപഞ്ചായത്ത് മുഴക്കുന്നാണ്. മുഴക്കുന്ന് ഗ്രാമപഞ്ചായത്താണ്. മുഴക്കുന്ന് ഗ്രാമപഞ്ചായത്ത്.
കൊറിയയിലെ ഏറ്റവും വലിയ സാഹിത്യ ബഹുമതിയായ പാക് ക്യോഗ്നി പുരസ്കാരം ലഭിച്ച ജ്ഞാനപീഠ ജേതാവ്. കൊറിയയിലെ ഏറ്റവും വലിയ സാഹിത്യ ബഹുമതിയായ പാക് ക്യോഗ്നി പുരസ്കാരം ലഭിച്ച ജ്ഞാനപീഠ ജേതാവാണ് അമിതാവ് ഘോഷ്. അമിതാവ് ഘോഷ്. 2023-24 ആർദ്ര കേരള പുരസ്കാരത്തിൽ 1-ാം സ്ഥാനം നേടിയ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഏതൊക്കെയാണ് എന്ന് നോക്കാം. 2023-24 ആർദ്ര കേരള പുരസ്കാരത്തിൽ 1-ാം സ്ഥാനം നേടിയ ജില്ലാ പഞ്ചായത്ത് ഏത്? ജില്ലാ പഞ്ചായത്ത് ഏത് എന്ന് ചോദിച്ചാൽ ഏതാണ്? ഇടുക്കിയാണ്. ഇടുക്കി. അതുപോലെ മുനിസിപ്പാലിറ്റി ഏത് എന്ന് ചോദിച്ചാൽ ഏതാണ്? ഗുരുവായൂരാണ്. ഗുരുവായൂർ മുനിസിപ്പാലിറ്റിക്കാണ് ആർദ്ര കേരള പുരസ്കാരത്തിൽ 1-ാം സ്ഥാനം നേടിയ മുനിസിപ്പാലിറ്റി ഗുരുവായൂർ. കോർപ്പറേഷൻ ഏതാണ്? തിരുവനന്തപുരം കോർപ്പറേഷനാണ്. തിരുവനന്തപുരം കോർപ്പറേഷൻ. ബ്ലോക്ക് പഞ്ചായത്ത് ഏത് എന്ന് ചോദിച്ചാൽ പള്ളുരുത്തിയാണ്. എറണാകുളം ജില്ലയിലെ പള്ളുരുത്തിയാണ് ആർദ്ര കേരള പുരസ്കാരത്തിൽ 1-ാം സ്ഥാനം നേടിയ ബ്ലോക്ക് പഞ്ചായത്ത്. ഇനി ഗ്രാമപഞ്ചായത്ത് ഏത് എന്ന് ചോദിച്ചാൽ വെള്ളിനേഴിയാണ്. പാലക്കാട് ജില്ലയിലെ വെള്ളിനേഴി. അപ്പോൾ 2023-24 ആർദ്ര കേരള പുരസ്കാരത്തിൽ 1-ാം സ്ഥാനം നേടിയ ജില്ലാ പഞ്ചായത്ത് ഇടുക്കി, മുനിസിപ്പാലിറ്റി ഗുരുവായൂർ, കോർപ്പറേഷൻ തിരുവനന്തപുരം, ബ്ലോക്ക് പഞ്ചായത്ത് പള്ളുരുത്തിയാണ്. എറണാകുളം ജില്ലയിലെ പള്ളുരുത്തി. ഗ്രാമപഞ്ചായത്ത് ഏത് എന്ന് ചോദിച്ചാൽ ഏതാണ്? വെള്ളിനേഴിയാണ്. പാലക്കാട് ജില്ലയിലെ വെള്ളിനേഴിയാണ് മികച്ച ഗ്രാമപഞ്ചായത്ത്. അടുത്ത ചോദ്യം, കേരള സമ്പദ് വ്യവസ്ഥയെക്കുറിച്ചുള്ള നീല സമ്പദ് വ്യവസ്ഥ ബ്ലൂ ഇക്കോണമി കോൺക്ലേവ് നടന്നത് എവിടെ? കേരള സമ്പദ് വ്യവസ്ഥയെക്കുറിച്ചുള്ള നീല സമ്പദ് വ്യവസ്ഥ അല്ലെങ്കിൽ ബ്ലൂ ഇക്കോണമി കോൺക്ലേവ് നടന്നത് എവിടെയാണ്? തിരുവനന്തപുരത്താണ്. തിരുവനന്തപുരത്താണ് കേരള സമ്പദ് വ്യവസ്ഥയെക്കുറിച്ചുള്ള ബ്ലൂ ഇക്കോണമി കോൺക്ലേവ് നടന്നത്. ബുക്കർ പുരസ്കാരത്തിനുള്ള അന്തിമ ചുരുക്കപ്പട്ടികയിൽ ഇടം നേടിയ കിരൺ ദേശായിയുടെ നോവൽ ഏതാണ്? കിരൺ ദേശായിയുടെ നോവൽ ദി ലോൺലിനെസ് ഓഫ് സോണിയ ആൻഡ് സണ്ണി എന്നതാണ് നോവലിന്റെ പേര്. ദി ലോൺലിനെസ് ഓഫ് സോണിയ ആൻഡ് സണ്ണി. ബുക്കർ പുരസ്കാരത്തിനുള്ള അന്തിമ ചുരുക്കപ്പട്ടികയിൽ ഇടം നേടിയ ആരുടെ നോവലാണ്? കിരൺ ദേശായിയുടെ നോവലാണ് ദി ലോൺലിനെസ് ഓഫ് സോണിയ ആൻഡ് സണ്ണി എന്നത്. ബുക്കർ പുരസ്കാരത്തിനുള്ള അന്തിമ ചുരുക്കപ്പട്ടികയിൽ ഇടം നേടിയ കിരൺ ദേശായിയുടെ ആരുടെയാണ്? കിരൺ ദേശായിയുടെ നോവലാണ് ദി ലോൺലിനെസ് ഓഫ് സോണിയ ആൻഡ് സണ്ണി എന്നത്. കവി BK ഹരിനാരായണൻ രചിച്ച MS സുബ്ബലക്ഷ്മിയുടെ ജീവചരിത്രം. കവി BK ഹരിനാരായണൻ രചിച്ച MS സുബ്ബലക്ഷ്മിയുടെ ജീവചരിത്രമാണ് ശിവം ശുഭം ദി ബയോഗ്രഫി ഓഫ് എ കപ്പിൾ എന്നത്. ശിവം ശുഭം ദി ബയോഗ്രഫി ഓഫ് എ കപ്പിൾ ആരുടെ ജീവചരിത്രമാണ്? MS സുബ്ബലക്ഷ്മിയുടെ ജീവചരിത്രമാണ്. രചിച്ചതാരാണ്? BK ഹരിനാരായണനാണ്. അപ്പൊ കവി BK ഹരിനാരായണൻ രചിച്ച MS സുബ്ബലക്ഷ്മിയുടെ ജീവചരിത്രമാണ് ശിവം ശുഭം ദി ബയോഗ്രഫി ഓഫ് എ കപ്പിൾ എന്നത്. അടുത്ത ചോദ്യം, കേരള അർബൻ കോൺക്ലേവിന് വേദിയായത്? കേരള അർബൻ കോൺക്ലേവിന് വേദിയായത് കൊച്ചിയാണ്. കൊച്ചി. 2025 അന്താരാഷ്ട്ര പരിസ്ഥിതി കോൺക്ലേവിന് വേദിയായത് എവിടെയാണ്? 2025 അന്താരാഷ്ട്ര പരിസ്ഥിതി കോൺക്ലേവ് അങ്കമാലിയിലാണ്. അങ്കമാലി. ആക്രമണകാരികളായ വന്യജീവിയെ കൊല്ലാൻ ഉത്തരവിടാൻ ചീഫ് വൈൽഡ് ലൈഫ് വാർഡന് അധികാരം നൽകുന്ന വന്യജീവി സംരക്ഷണ നിയമം കൊണ്ടുവന്ന സംസ്ഥാനം ഏതാണ്? എന്താണ്? അക്രമകാരികളായ വന്യജീവിയെ കൊല്ലാനായിട്ട് ഉത്തരവിടാൻ ചീഫ് വൈൽഡ് ലൈഫ് വാർഡന് അധികാരം നൽകുന്ന വന്യജീവി സംരക്ഷണ നിയമം കൊണ്ടുവന്ന സംസ്ഥാനം കേരളമാണ്. കേരളം. ഇത്തവണത്തെ ലോക സാക്ഷരതാ ദിനത്തിന്റെ പ്രമേയം ഡിജിറ്റൽ യുഗത്തിൽ സാക്ഷരതയെ പ്രോത്സാഹിപ്പിക്കുക എന്നതാണ്. ഡിജിറ്റൽ യുഗത്തിൽ സാക്ഷരതയെ പ്രോത്സാഹിപ്പിക്കുക എന്നതാണ് ഈ പ്രാവശ്യത്തെ ലോക സാക്ഷരതാ ദിനത്തിന്റെ പ്രമേയം. അപ്പോൾ
ലോക സാക്ഷരതാ ദിനമായിട്ട് ആചരിക്കുന്ന ദിവസം ഏത് എന്ന് കമന്റ് ചെയ്യുക. ഈ ക്ലാസ്സിൽ നിങ്ങൾക്കായിട്ടുള്ള ചോദ്യം ലോക സാക്ഷരതാ ദിനം എന്ന് കമന്റ് ചെയ്യുക. ഭൂട്ടാനിൽ നിന്ന് കേരളത്തിലേക്ക് കടത്തിയ SUV കാറുകൾ കണ്ടെത്താൻ കസ്റ്റംസും ഇഡിയും നടത്തിയ സംയുക്ത അന്വേഷണം. ഭൂട്ടാനിൽ നിന്ന് ഏത് രാജ്യത്തു നിന്നുമാണ്? ഭൂട്ടാനിൽ നിന്ന് കേരളത്തിലേക്ക് കടത്തിയ SUV കാറുകൾ കണ്ടെത്താൻ കസ്റ്റംസും ഇഡിയും നടത്തിയ സംയുക്ത അന്വേഷണമാണ് ഓപ്പറേഷൻ നുംഗോർ എന്നത്. പേര് ഓപ്പറേഷൻ നുംഗോർ. ഓപ്പറേഷൻ നുംഗോർ ഏത് രാജ്യത്ത് നിന്നുമാണ് എന്നതും കൂടി നോട്ട് ചെയ്യുക. ഭൂട്ടാനിൽ നിന്നുമാണ്. മഹാരാഷ്ട്ര ഗവർണറായിട്ട് നിയമിതനായത് ആര്? മഹാരാഷ്ട്ര ഗവർണറായിട്ട് നിയമിതനായത് ആചാര്യ ദേവവ്രത് ആണ്. ആചാര്യ ദേവവ്രത് മഹാരാഷ്ട്ര ഗവർണറായിട്ട് നിയമിതനായത് ആചാര്യ ദേവവ്രത്. മിസ് കേരള 2025 ആയിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടത് ആര്? മിസ് കേരള 2025 ശ്രീനിധി സുരേഷ് ആണ്. ശ്രീനിധി സുരേഷ് മിസ് കേരള 2025 ആയിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ്? ശ്രീനിധി സുരേഷ്. ഇന്ത്യൻ ന്യൂസ് പേപ്പർ സൊസൈറ്റിയുടെ പുതിയ പ്രസിഡന്റ് ആയിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടത് ആര്? ഇന്ത്യൻ ന്യൂസ് പേപ്പർ സൊസൈറ്റിയുടെ പുതിയ പ്രസിഡന്റ് ആയിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടത് വിവേക് ഗുപ്തയാണ്. വിവേക് ഗുപ്ത ഇന്ത്യൻ ന്യൂസ് പേപ്പർ സൊസൈറ്റിയുടെ പുതിയ പ്രസിഡന്റ് ആയിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ്? വിവേക് ഗുപ്ത. ക്യാൻസറിന് എൻഡ്രോമിക്സ് എന്ന വാക്സിൻ വികസിപ്പിച്ച രാജ്യം. ക്യാൻസറിന് വാക്സിന്റെ പേര് എൻഡ്രോമിക്സ്. വികസിപ്പിച്ച രാജ്യം ഏതാണ്? റഷ്യയാണ്. ക്യാൻസറിന് എൻഡ്രോമിക്സ് എന്ന വാക്സിൻ വികസിപ്പിച്ച രാജ്യം ഏതാണ്? റഷ്യയാണ്. വാക്സിന്റെ പേരും രാജ്യത്തിന്റെ പേരും ഓർക്കുക. ലോകത്തിലെ ആദ്യത്തെ പൂർണ്ണമായും സെറാമിക് മാലിന്യങ്ങൾ കൊണ്ട് നിർമ്മിച്ച പാർക്കായ അനോഖി ദുനിയ നിലവിൽ വന്നത് എവിടെയാണ്? ലോകത്തിലെ ആദ്യത്തെ പൂർണ്ണമായും സെറാമിക് മാലിന്യങ്ങൾ കൊണ്ട് നിർമ്മിച്ച പാർക്കായ അനോഖി ദുനിയ നിലവിൽ വന്നത് ഉത്തർപ്രദേശിലെ ഗുർജയിലാണ്. ഉത്തർപ്രദേശിലെ ഗുർജയില്. അപ്പൊ ലോകത്തിലെ ആദ്യത്തെ പൂർണ്ണമായിട്ടും സെറാമിക് മാലിന്യങ്ങൾ കൊണ്ട് നിർമ്മിച്ച പാർക്ക് ഏത് എന്ന് ചോദിച്ചാൽ ഏതാണ്? അനോഖി ദുനിയയാണ്. അനോഖി ദുനിയ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഉത്തർപ്രദേശിലെ ഗുർജയിലാണ്. ഉത്തർപ്രദേശിലെ ഗുർജയില്. പൂർണ്ണമായും എന്ത് മാലിന്യങ്ങൾ കൊണ്ടാണ്? സെറാമിക് മാലിന്യങ്ങൾ കൊണ്ട്. സെറാമിക് മാലിന്യങ്ങൾ കൊണ്ട് നിർമ്മിച്ച പാർക്കാണ് അനോഖി ദുനിയ സ്ഥിതി ചെയ്യുന്നത് ഉത്തർപ്രദേശിലെ ഗുർജയിലാണ്. ഇന്ത്യയിലെ 7 പ്രകൃതിദത്ത പൈതൃക സ്ഥലങ്ങളിൽ ഒന്നായി യുനെസ്കോയുടെ കരട് ലോക പൈതൃക പട്ടികയിൽ ഇടം നേടിയ കേരളത്തിൽ നിന്നുമുള്ള പ്രദേശം. ഇന്ത്യയിലെ 7 പ്രകൃതിദത്ത പൈതൃക സ്ഥലങ്ങളിൽ ഒന്നായിട്ട് യുനെസ്കോയുടെ കരട് ലോക പൈതൃക പട്ടികയിൽ ഇടം നേടിയ കേരളത്തിൽ നിന്നുമുള്ള പ്രദേശമാണ് വർക്കല കുന്നുകൾ. വർക്കല കുന്നുകൾ. മഹാരാഷ്ട്രയിലെ പഞ്ചഗണി മഹാബലേശ്വർ. ആന്ധ്രാപ്രദേശിലെ തിരുമലക്കുന്നുകൾ. കർണാടകയിലെ സെന്റ് മേരീസ് ഐലൻഡ്. മേഘാലയയിലെ മേഘാലയൻ ഏജ് ഹിൽസ്. നാഗാലാൻഡിലെ നാഗാ ഹിൽ ഓഫിയോലൈറ്റ് എന്നിവയാണ് പട്ടികയിൽ ഇടം നേടിയ മറ്റ് സ്ഥലങ്ങൾ. അപ്പൊ മഹാരാഷ്ട്രയിൽ നിന്നുമുള്ള പഞ്ചഗണി മഹാബലേശ്വർ എന്നീ സ്ഥലങ്ങൾ, ആന്ധ്രാപ്രദേശിലെ തിരുമലക്കുന്നുകൾ, കർണാടകയിലെ സെന്റ് മേരീസ് ഐലൻഡ്, മേഘാലയയിലെ മേഘാലയൻ ഏജ് ഹിൽസ്, നാഗാലാൻഡിലെ നാഗാ ഹിൽ ഓഫിയോലൈറ്റ് എന്നിവയാണ് പട്ടികയിൽ ഇടം നേടിയ മറ്റ് സ്ഥലങ്ങൾ. അടുത്ത ചോദ്യം, മൗണ്ട് ഫുജി കീഴടക്കിയ ഏറ്റവും പ്രായം കൂടിയ വ്യക്തി എന്ന നേട്ടം കൈവരിച്ചത്. മൗണ്ട് ഫുജി കീഴടക്കിയ ഏറ്റവും പ്രായം കൂടിയ വ്യക്തിയാണ് 102 വയസ്സുള്ള കോകിച്ചി അക്കുസാവ. കോകിച്ചി അക്കുസാവ മൗണ്ട് ഫുജി കീഴടക്കിയ ഏറ്റവും പ്രായം കൂടിയ വ്യക്തി എന്ന നേട്ടം കൈവരിച്ചത് 102 വയസ്സുള്ള കോകിച്ചി അക്കുസാവയാണ്. നേപ്പാളിലെ ഇടക്കാല പ്രധാനമന്ത്രിയായിട്ട് അധികാരമേറ്റത് ആര്? നേപ്പാളിലെ ഇടക്കാല പ്രധാനമന്ത്രിയായിട്ട് അധികാരമേറ്റത് സുശീല കാർക്കിയാണ്. സുശീല കാർക്കി നേപ്പാൾ പ്രധാനമന്ത്രിയാകുന്ന ആദ്യ വനിതയും രാജ്യത്തെ ആദ്യത്തെ വനിതാ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസുമാണ് സുശീല കാർക്കി. അപ്പൊ നേപ്പാളിലെ ഇടക്കാല പ്രധാനമന്ത്രിയായിട്ട് അധികാരമേറ്റത് സുശീല കാർക്കിയാണ്. നേപ്പാൾ പ്രധാനമന്ത്രിയാകുന്ന ആദ്യത്തെ വനിതയാണ്. അതുപോലെ രാജ്യത്തെ ആദ്യത്തെ വനിതാ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസുമായിരുന്നു ആര്? സുശീല കാർക്കി. സുശീല കാർക്കി. 38ാമത് കേരള ശാസ്ത്ര കോൺഗ്രസിന്റെ വേദി. 38ാമത് കേരള ശാസ്ത്ര കോൺഗ്രസിന്റെ വേദി കൊച്ചിയാണ്. കൊച്ചി.
വയനാട് ജില്ലയിലെ പശ്ചിമഘട്ടത്തിൽ നിന്ന് ഗവേഷകർ പുതുതായി കണ്ടെത്തിയ കിഴങ്ങ് വർഗം ഏത്? വയനാട് ജില്ലയിലെ പശ്ചിമഘട്ടത്തിൽ നിന്നും ഗവേഷകർ കണ്ടെത്തിയ പുതിയ കിഴങ്ങ് വർഗമാണ് ഡയോസ്കോറിയ ബാലകൃഷ്ണനി എന്നത്. ഡയോസ്കോറിയ ബാലകൃഷ്ണനി എന്നത് കിഴങ്ങുവർഗമാണ്. കിഴങ്ങുവർഗം ഡയോസ്കോറിയ ബാലകൃഷ്ണനി വയനാട് ജില്ലയിലെ പശ്ചിമഘട്ടത്തിൽ നിന്നും പുതിയതായിട്ട് കണ്ടെത്തിയ കിഴങ്ങുവർഗമാണ് ഡയോസ്കോറിയ ബാലകൃഷ്ണനി എന്നത്. 216 മണിക്കൂർ ഭരതനാട്യം അവതരിപ്പിച്ച് ലോക റെക്കോർഡ് സ്വന്തമാക്കിയ കർണാടക സ്വദേശിയാണ് വിദുഷി ദീക്ഷ. വിദുഷി ദീക്ഷ എത്ര മണിക്കൂറാണ്? 216 മണിക്കൂർ ഭരതനാട്യം അവതരിപ്പിച്ച് ലോക റെക്കോർഡ് സ്വന്തമാക്കിയ കർണാടക സ്വദേശി വിദുഷി ദീക്ഷയാണ്. 216 മണിക്കൂർ ഭരതനാട്യം അവതരിപ്പിച്ച് ലോക റെക്കോർഡ് സ്വന്തമാക്കിയ വിദുഷി ദീക്ഷ ഏത് സംസ്ഥാനക്കാരിയാണ് എന്ന് ചോദിച്ചാൽ ഏതാണ്? കർണാടകയാണ്. കർണാടക. വിദുഷി ദീക്ഷ കർണാടക സ്വദേശി, 216 മണിക്കൂർ ഭരതനാട്യം. ഇത്രയും പോയിന്റ്സ് നോട്ട് ചെയ്യുക. 2025 പത്മപ്രഭ പുരസ്കാരം ലഭിച്ചത് 2025 പത്മപ്രഭ പുരസ്കാരം ലഭിച്ചത് ആലങ്കോട് ലീലാകൃഷ്ണനാണ്. ആലങ്കോട് ലീലാകൃഷ്ണൻ 2025 പത്മപ്രഭ പുരസ്കാരം ആലങ്കോട് ലീലാകൃഷ്ണൻ. 2026 ലോക ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പിന്റെ വേദി 2026 അടുത്ത വർഷത്തെ 2026 ലോക ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പിന്റെ വേദി ന്യൂഡൽഹിയാണ്. ന്യൂഡൽഹി. ലോക നാളികേര ദിനമായിട്ട് ആഘോഷിക്കുന്നത് എന്നാണ്? ലോക നാളികേര ദിനമായിട്ട് ആഘോഷിക്കുന്നത് സെപ്റ്റംബർ 2. സെപ്റ്റംബർ 2 ലോക നാളികേര ദിനം. സെപ്റ്റംബർ 2. പൂർണ്ണമായിട്ടും തദ്ദേശീയമായി നിർമ്മിച്ച രാജ്യത്തെ ആദ്യത്തെ 32-ബിറ്റ് മൈക്രോ പ്രോസസർ. പൂർണ്ണമായിട്ടും തദ്ദേശീയമായിട്ട് നിർമ്മിച്ച രാജ്യത്തെ ആദ്യത്തെ 32-ബിറ്റ് മൈക്രോ പ്രോസസറാണ് വിക്രം 32. വിക്രം 32. രാജ്യത്തെ ആദ്യ വയോജന കമ്മീഷൻ ചെയർപേഴ്സൺ. രാജ്യത്തെ ആദ്യത്തെ വയോജന കമ്മീഷൻ ചെയർപേഴ്സൺ കെ സോമ പ്രസാദ് ആണ്. കെ സോമ പ്രസാദ് രാജ്യത്തെ ആദ്യത്തെ വയോജന കമ്മീഷൻ ചെയർപേഴ്സൺ ആണ് കെ സോമ പ്രസാദ്. പുതിയ ആദായ നികുതി ബിൽ പ്രാബല്യത്തിൽ വരുന്നത് എന്ന്? പുതിയ ആദായ നികുതി ബില്ല് പ്രാബല്യത്തിൽ വരുന്നത് 2026 ഏപ്രിൽ 1 2026 ഏപ്രിൽ 1 പുതിയ ആദായ നികുതി ബില്ല് പ്രാബല്യത്തിൽ വരുന്നത്. കൊള്ളപ്പലിശക്കാരെ പൂട്ടാൻ സംസ്ഥാന തലത്തിൽ പോലീസ് നടത്തിയ പരിശോധന. കൊള്ളപ്പലിശക്കാരെ പൂട്ടാൻ സംസ്ഥാന തലത്തിൽ പോലീസ് നടത്തിയ പരിശോധനയാണ് ഓപ്പറേഷൻ ഷൈലോക്ക്. ഓപ്പറേഷൻ ഷൈലോക്ക്. കേരളത്തിൽ നിന്ന് ആദ്യമായി റെഡ് എലിഫന്റ് പുരസ്കാരം ലഭിച്ചത്. കേരളത്തിൽ നിന്ന് ആദ്യമായിട്ട് റെഡ് എലിഫന്റ് പുരസ്കാരം ലഭിച്ചത് മുഹമ്മദ് ഫർഹാൻ. മുഹമ്മദ് ഫർഹാൻ. കേരളത്തിൽ നിന്നും ആദ്യമായിട്ട് റെഡ് എലിഫന്റ് പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? മുഹമ്മദ് ഫർഹാൻ. കേരളത്തിലെ ഏത് സർവകലാശാലയിലെ ഊർജ ശേഖരണ സാങ്കേതിക വിദ്യക്കാണ് ഇന്ത്യൻ പേറ്റന്റ് ലഭിച്ചത്? ഊർജ ശേഖരണ സാങ്കേതിക വിദ്യ കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയിലേതാണ്? കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയിലെ കൊസാറ്റിലെ ഊർജ ശേഖരണ സാങ്കേതിക വിദ്യക്കാണ് പേറ്റന്റ് ലഭിച്ചത്. ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ ആരംഭിച്ച ലോകത്തിലെ ആദ്യത്തെ ഡിജിറ്റൽ ഗോത്ര സർവകലാശാല. ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ ആരംഭിച്ച ലോകത്തിലെ ആദ്യത്തെ ഡിജിറ്റൽ ഗോത്ര സർവകലാശാല. ഡിജിറ്റൽ ഗോത്ര സർവകലാശാലയാണ് ആദി സംസ്കൃതി. ആദി സംസ്കൃതി. എവിടെയാണ് ആരംഭിച്ചത്? ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിലാണ്. പ്രത്യേകത എന്താണ്? ലോകത്തിലെ ആദ്യത്തെ ഡിജിറ്റൽ ഗോത്ര സർവകലാശാലയാണ്. പേര് ആദി സംസ്കൃതി. മിസോറോമിലെ ആദ്യ റെയിൽവേ ലൈൻ. മിസോറോമിലെ ആദ്യത്തെ റെയിൽവേ ലൈനാണ് ബൈരാബി സൈരംഗ് എന്നത്. ബൈരാബി സൈരംഗ്. എവിടത്തെയാണ്? മിസോറോമിലെ ആദ്യത്തെ റെയിൽവേ ലൈനാണ് ബൈരാബി സൈരംഗ്. ലോക അൽഷിമേഴ്സ് ദിനമായിട്ട് ആചരിക്കുന്നത്? ലോക അൽഷിമേഴ്സ് ദിനം സെപ്റ്റംബർ 21. സെപ്റ്റംബർ 21. രാജ്യത്തെ ഏറ്റവും കൂടുതൽ ശിശുമരണ നിരക്കുള്ള സംസ്ഥാനം ഏതാണ്? രാജ്യത്തെ ഏറ്റവും കൂടുതൽ ശിശുമരണ നിരക്കുള്ള സംസ്ഥാനമാണ് മധ്യപ്രദേശ്. ഒഴുകാതെ ഒരു പുഴ എന്ന നോവൽ രചിച്ചത്? നോവലിന്റെ പേര് ഒഴുകാതെ ഒരു പുഴ എന്നതാണ്. നോവൽ രചിച്ചത് ആരാണ്? ചന്ദ്രമതിയാണ്. നോവലിന്റെ പേര് ഒഴുകാതെ ഒരു പുഴ. ചന്ദ്രമതി.
2025 മികച്ച പുരുഷ ഫുട്ബോൾ താരത്തിനുള്ള ബാലോൺ ഡി ഓർ പുരസ്കാരം നേടിയത് ഉസ്മാൻ ഡെംബലെയാണ്. 2025 മികച്ച പുരുഷ ഫുട്ബോൾ താരത്തിനുള്ള ബാലോൺ ഡി ഓർ പുരസ്കാരം നേടിയത് ഉസ്മാൻ ഡെംബലെ. 2025 മികച്ച വനിതാ ഫുട്ബോൾ താരത്തിനുള്ള ബാലോൺ ഡി ഓർ പുരസ്കാരം നേടിയത് ഐറ്റാന ബോൺമറ്റിയാണ്. 2025 മികച്ച വനിതാ ഫുട്ബോൾ താരത്തിനുള്ള ബാലോൺ ഡി ഓർ പുരസ്കാരം നേടിയത് ഐറ്റാന ബോൺമറ്റി. 2026 കോമൺവെൽത്ത് ഗെയിംസിന്റെ വേദി. 2026 കോമൺവെൽത്ത് ഗെയിംസിന്റെ വേദി ഗ്ലാസ്ഗോയാണ്, സ്കോട്ട്ലൻഡില് ഗ്ലാസ്ഗോ. 2026 കോമൺവെൽത്ത് ഗെയിംസ് വേദി. ലോക വിനോദസഞ്ചാര ദിനമായിട്ട് ആചരിക്കുന്നത് എന്ന്? ലോക വിനോദസഞ്ചാര ദിനം സെപ്റ്റംബർ 27 സെപ്റ്റംബർ 27. 2025 ലോക വിനോദസഞ്ചാര ദിനത്തിന്റെ പ്രമേയം. 2025 ലോക വിനോദസഞ്ചാര ദിനത്തിന്റെ പ്രമേയം ടൂറിസവും സുസ്ഥിരമായ പരിവർത്തനവും എന്നതാണ്. ടൂറിസവും സുസ്ഥിരമായ പരിവർത്തനവും. 2025 ലോക വിനോദസഞ്ചാര ദിനത്തിന്റെ പ്രമേയം ടൂറിസവും സുസ്ഥിരമായ പരിവർത്തനവും. ലോക വിനോദസഞ്ചാര ദിനമായിട്ട് ആചരിക്കുന്നത് സെപ്റ്റംബർ 27. 2025 ഗ്ലോബൽ ഇന്നൊവേഷൻ ഇൻഡെക്സ് സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം. 2025 ഗ്ലോബൽ ഇന്നൊവേഷൻ ഇൻഡെക്സ് സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം 38ാം സ്ഥാനമാണ്. 38ാം സ്ഥാനം. ഏറ്റവും പുതിയ പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ ക്ലാസ്സിലൂടെ നോക്കിയത്. 50 ചോദ്യങ്ങളും ഒരുപോലെ പ്രധാനപ്പെട്ടതാണ്. പ്രത്യേകം നോട്ട് ചെയ്യുക, പഠിക്കുക. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.